തൃശൂരിലെ പ്രധാനപ്പെട്ട CPI നേതാക്കളിൽ ഒരാളായ VS സുനിൽകുമാറിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, തൃശൂർ നിയോജക മണ്ഡലത്തിൽ 2016 മത്സരിച്ച സുനിൽകുമാറിനെ മാറ്റിക്കൊണ്ടാണ് 2021 ബാലചന്ദ്രന് അവിടെ സീറ്റ് കൊടുത്തത്. ഏതായാലും കഷ്ടിച്ച് ആ സീറ്റ് നിലനിർത്തി. എന്നാൽ കോൺഗ്രസിന് വേണ്ടി സുനിൽകുമാർ തൃശ്ശൂരിൽ മത്സരിച്ചാൽ ആ സീറ്റ് കോൺഗ്രസിന് കിട്ടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കോൺഗ്രസുമായി നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാക്കിയെടുക്കാൻ സുനിൽകുമാറിനെ അറിയുകയും ചെയ്യാം. കാരണം അദ്ദേഹവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആത്മബന്ധമാണ് ഉള്ളത്. സുനിൽകുമാർ കോൺഗ്രസിലേക്ക് വന്നാൽ കൃത്യമായും അദ്ദേഹത്തിന് വലിയ തോതിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്ന് തന്നെയാണ് VD സതീശൻ പറയുന്നത്. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലേക്ക് എത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമല്ല. കാരണം CPIM തന്നെ പരാജയപ്പെടുത്താൻ BJPക്ക് വേണ്ടി വോട്ട് മറിച്ചതിൻ്റെ തിക്തഫലം അനുഭവിച്ച വ്യക്തിയാണ് സുനിൽകുമാർ. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74,000-ഓളം വോട്ടുകൾക്ക് സുനിൽകുമാർ പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം CPIM ആക്റ്റീവായി പ്രവർത്തിക്കാത്തത് കൊണ്ട് തന്നെയാണ്. CPIക്ക് സ്ഥിരമായി തൃശ്ശൂരിൽ വലിയ മുൻതൂക്കമാണുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജാജി മാത്യൂസ് പരാജയപ്പെട്ടുവെങ്കിൽ പോലും അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ CN ജയദേവൻ വിജയിച്ച മണ്ഡലമായിരുന്നു തൃശ്ശൂര്. CK ചന്ദ്രപ്പനും CN ജയദേവനും മുതിർന്ന പല CPI നേതാക്കളും മാറ്റുരച്ച തട്ടകത്തിൽ എന്തുകൊണ്ട് സുനിൽകുമാർ ഇത്രയധികം വോട്ടിന് പരാജയപ്പെട്ടു എന്നതിന് വ്യക്തമായ ഉത്തരം ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ സുനിൽകുമാറിന്റെ പരാജയത്തിന്റെ എല്ലാ അടിസ്ഥാനവും CPIMന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തന്നെയാണെന്നും ഇതിൽ വലിയ രീതിയിലുള്ള ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നും അദ്ദേഹം നിരവധി സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ ആക്രമിക്കാൻ നടന്ന CPIMകാരുടെ ലിസ്റ്റ് വരെ തൻ്റെ കയ്യിൽ ഉണ്ട്. അതൊക്കെ പുറത്തുവിട്ടാൽ മുന്നണി സംവിധാനത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന രീതിയിൽ ഒന്നും വിടാതിരുന്നത്. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം CPIക്ക് മൂല്യച്യുതി വന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ അപജയത്തിലേക്കാണ് CPI ഒന്നടങ്കം പോകുന്നത്. CPIMനെ വിശ്വസിച്ച് ഇനി പാർട്ടി ഒരുമ്പെട്ടാൽ എല്ലാ രീതിയിലും തകർന്നടിയുന്ന സാഹചര്യമാണ്. പല സീറ്റുകളിലും CPIയുടെ സിറ്റിംഗ് MLAമാരെയും അതുപോലെ ഇനി മത്സരിക്കാൻ പോകുന്ന സീറ്റുകളിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വെച്ചുമാറൽ നടത്തും. അതിൻ്റെ പ്രധാന കാരണം CPIMന് കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്ത്രമാണ്. BJPയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സഹകരണ തന്ത്രം. അതിനുവേണ്ടിയുള്ള പരമാവധി ഡീലാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായി നേരത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് തൻ്റെ അപജയം എന്നുള്ളത് VS സുനിൽകുമാർ വ്യക്തമാക്കുന്നുണ്ട്. സുനിൽകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കണമെങ്കിൽ കോൺഗ്രസിൽ നിന്നേ മതിയാവുകയുള്ളൂ എന്ന് കൃത്യമായി CPIയിലെ വിമത വിഭാഗവും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു.